ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വാട്സപ്പിലെ 2 അപ്ഡേറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ 2 അപ്ഡേറ്റുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് പിൻ മെസ്സേജസ് എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പിൽ ഏതെങ്കിലും മെസ്സേജ് ഒക്കെ നമുക്ക് പിൻ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും പിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒറ്റ ടൈം ഒരു മെസ്സേജ് മാത്രമേ പിൻ ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു അല്ലേ. എന്നാൽ അതിന് ഒരു മാറ്റം ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റ് എ ടൈം 3 മെസ്സേജ് വരെ നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അതാണ്ട് ഇപ്പം നമ്മൾ പിൻ എന്നത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ സമയം ചോദിക്കും. അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് പിൻ കൊടുക്കാന്നുണ്ടെങ്കിൽ അതാണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 മെസ്സേജ് നമ്മളിവിടെ പിൻ ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീണ്ടും പിൻ ചെയ്യണമെങ്കിൽ മൂന്നാമതൊരു മെസ്സേജും കൂടെ പിൻ ചെയ്യണമെങ്കിൽ അതുപോലെ ലോങ് പ്രസ് ചെയ്യാം, മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് പിൻ എന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 3 മെസ്സേജ് വരെ ഇതുപോലെ പിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് നമുക്ക് ഒരു മെസ്സേജ് മാത്രമേ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പൊ അതിലൊരു മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 4ാമത് ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കത്തില്ല. അപ്പം ഇപ്പോൾ കറണ്ടായിട്ടുള്ള ഏതെങ്കിലും മെസ്സേജ് മാറ്റെങ്കിൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം കറണ്ടായിട്ടുള്ള, അതായത് ഫസ്റ്റ് നമ്മൾ പിൻ ചെയ്ത ആ ഒരു മെസ്സേജ് റീപ്ലേസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് പിൻ ചെയ്ത മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും. അതായത് അറ്റ് എ ടൈം 3 മെസ്സേജ് മാത്രമേ നമുക്ക് ഇതുപോലെ പിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചെന്നിരിക്കാം. ഇനി നമുക്ക് 2ാമതായിട്ടുള്ള അപ്ഡേറ്റ് എന്നൊന്ന് നോക്കാം. വാട്സപ്പിലെ 2ാമത്തെ അപ്ഡേറ്റ് ആണ് ഇന്റർഫേസ് ചേഞ്ചസ്. അതായത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇന്റർഫേസ് ഇതാണല്ലോ. ഇതാണ് ഇവിടെ ചാറ്റ്, അപ്ഡേറ്റ്, കമ്മ്യൂണിറ്റീസ്, അതുപോലെ കോൾ എന്നീ 4 ഓപ്ഷനുകൾ താഴെയും പിന്നീട് നമ്മുടെ ചാറ്റും. ഇതാണല്ലോ ഇപ്പോഴും നമ്മുടെ നിലവിലുള്ള ഇന്റർഫേസ്. എന്നാൽ ഇതിലൊരു മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് ഇപ്പം കാണുന്നില്ലേ ഓള്, അൺറീഡ്, ഗ്രൂപ്പ് തുടങ്ങിയ 3 ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനുകൾ ഇപ്പോൾ വാട്സപ്പ് അഡീഷണലി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഇന്റർഫേസ് ചേഞ്ചസ് വാട്സപ്പ് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓൾ എന്നതിൽ നോക്കാന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി തുടങ്ങിയ എല്ലാ ചാറ്റുകളും ഇവിടെ ഓൾ എന്ന സെക്ഷനിൽ ലഭ്യമാണ്. അതുപോലെ അൺറീഡ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അൺറീഡ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് ഗ്രൂപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കാറ്റഗറി ബേസിൽ നമുക്ക് നമ്മുടെ ചാറ്റിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും വാട്സപ്പ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഇത് ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചെന്നിരിക്കാം. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയ 2 അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് താഴെ അതൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ 2 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിച്ചു എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.